ഇന്നത്തെ മനോഹരമായ ഒരു പകലിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 6 മണിയായിട്ടോ. ഞാനിന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ വളരെ വൈകിയാണ് എണീറ്റിട്ടുള്ളത്. പിന്നെ പതിവ് പരിപാടിയുണ്ട്. എണീറ്റ് കഴിഞ്ഞാൽ ബെഡ് ഒന്ന് നന്നാക്കി വെച്ചിട്ട് പിന്നെ നോക്കുന്നത് നമ്മുടെ മൊബൈലാണ്. ആദ്യം നമ്മുടെ യൂട്യൂബിൻ്റെ വ്യൂസും സബ്ബൊക്കെ ഒന്ന് നോക്കി പിന്നീട് ഞാൻ എൻ്റെ വാട്സപ്പാണ് ചെക്ക് ചെയ്യുക കേട്ടോ. വാട്സപ്പ് ചെക്ക് ചെയ്ത് റിപ്ലൈ ഒക്കെ കൊടുത്ത് കുറേ ഗുഡ് മോർണിംഗ് ഒക്കെ ഉണ്ടാവും ഓരോരുത്തർ സ്നേഹിക്കുന്നവർ. അപ്പോൾ അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കുകയാണ് പതിവ്. മഴയുണ്ടെന്നാലും ബുദ്ധിമുട്ടൊന്നും ആക്കാതെ ഇങ്ങനെ പതുക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരടുപ്പിൽ ചായയും മറ്റടുപ്പിൽ ചോറും ഒക്കെ വെച്ച് കിച്ചണിലേക്ക് ഞാൻ കടന്നു. സ്കൂളില്ലെങ്കിൽ പിന്നെ വിഭവങ്ങളൊക്കെ ആലോചിച്ചും ചിന്തിച്ചും ഒക്കെയാണ് ഉണ്ടാക്കുക കേട്ടോ. അപ്പം നമ്മൾ പറമ്പിലുള്ളതും ഒക്കെ കൊത്തിയരിഞ്ഞും എല്ലാം ഉണ്ടാക്കി വെക്കും. സ്കൂളുള്ള ദിവസം നമ്മൾ റിസ്ക് ഇല്ലാത്ത രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചോറും കറിയൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുക. സ്കൂളില്ലെങ്കിൽ പിന്നെ പാചകം ചെയ്യുന്നതിനിടയിൽ നമ്മൾ മുറ്റത്തും പറമ്പിലും ഒക്കെ ഉണ്ടാവും കേട്ടോ. അത് എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുക. അതിനിടയിൽ മഴയൊക്കെ ഒന്ന് പോയി ചെറിയൊരു കുഞ്ഞു വെയിൽ അരച്ചു. ആ വെയിലരച്ചതിൽ നമ്മുടെ 3-4 ദിവസത്തെ മഴയിൽ കുതിർന്ന മുറ്റമൊക്കെ ഒന്ന് ഉണങ്ങി, ചെടികളൊക്കെ ഒന്ന് ഫ്രഷായിട്ട് നിന്നു. മുറ്റമൊക്കെ ഭയങ്കര നീറ്റായിട്ടുണ്ട്. അതങ്ങനെയാണ് 2-3 ദിവസം അടിച്ച് മഴ പെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വെയിൽ കിട്ടുമ്പോൾ എന്തെന്നില്ലാത്തൊരു ക്ലീനായിരിക്കും നമ്മുടെ മുറ്റും ചെടികളും ഒക്കെ. അവർക്കും നല്ല ഭംഗി കൂടും. ഒരുപാട് ദുരന്തങ്ങളിപ്പോൾ കടന്നുപോയി. നമ്മളെല്ലാവരും ആ ഒരു നെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല. ഒരുപാട് നമ്മുടെ കസ്റ്റമറൊക്കെ വയനാട് ആ ഏരിയയിലൊക്കെ ഉണ്ട്. അവരൊക്കെ വിളിച്ച് അവരൊക്കെ സേഫാണെന്ന് കേട്ടപ്പോഴാണ് സമാധാനമായത്. എന്നാലും എത്രയോ ജീവന് പൊലിഞ്ഞ് ആ ഒരു വിഷമത്തിലെല്ലാവരും പങ്കേറുക. എല്ലാവരും ശ്രദ്ധിക്കുക. എൻ്റെ ചെടികളെല്ലാം മഴ കൊള്ളാത്ത ഏരിയയിലായതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ശംഖുപുഷ്പം മഴ കൊള്ളാത്ത ഏരിയയിലും മഴ കൊള്ളുന്ന ഏരിയയിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മഴ കൊള്ളാത്ത ഏരിയയിലുള്ളത് പൂവൊക്കെ ഒരുപാട് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നുള്ളിയെടുത്ത് ഉണക്കി സൂക്ഷിക്കലാണ് ഞാൻ. എന്നാൽ നമുക്ക് ആവശ്യമുള്ള ടൈമിൽ ചായ ഉണ്ടാക്കി കുടിക്കാം. കണ്ടില്ല, ആ ഒരു വെയിൽ കിട്ടിയതിൻ്റെ ഭംഗി മുറ്റത്തുണ്ട്. ഈ ഒരു ഭാഗം മുറ്റം നല്ല രീതിയിൽ ചീത്തയായിട്ടുണ്ട്. മഴ കാരണം നമ്മളെ ചെമ്പകത്തിൻ്റെ പൂവ് പിന്നെ ശരിക്കും കിട്ടിയിട്ടേ ഇല്ല. വിരിഞ്ഞതൊക്കെ അതിൻ്റെ ഇതളുകൾ പൊഴിഞ്ഞു പോവാൻ ചെയ്യുന്നത്. ഇത് പൊട്ടിച്ച് ഞാൻ ഇതുപോലെ ഡ്രസ്സിൻ്റെ അലമാരിയിൽ കൊണ്ടുവെക്കാറുണ്ട് കേട്ടോ. ആ ഒരു ഡ്രസ്സിനൊക്കെ ചെമ്പകത്തിൻ്റെ ഒരു സ്മെല്ല് ഫീൽ ചെയ്യും. സ്കൂൾ ലീവുള്ള ദിവസം ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യൽ ക്ലീനിങ് ആണ്. അപ്പോൾ അത് നമുക്ക് വളരെ സമാധാനപരമായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്ന് ഡ്രസ്സൊക്കെ മടക്കി വെച്ച് അതിൻ്റെ ഭംഗിയോടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ, ലീവുള്ള ദിവസമാണ് ഞാൻ ബെഡ്റൂം ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കുഷ്യൻ്റെ കവറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഓട്ടോമാറ്റിക്കിൻ്റെ വാഷിംഗ് മെഷീനിലാണ് ബെഡ്ഷീറ്റും കുഷ്യൻ കവറും അങ്ങനത്തെ ഒക്കെ ഇടുക നമ്മൾ. മറ്റുള്ളതൊക്കെയാണ് സാധാ വാഷിംഗ് മെഷീനിൽ അലക്കാനിടുക. പുറത്തിപ്പോഴും വെയിലുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ അലക്കാനുള്ളതൊക്കെ മെഷീനിൽ ഇട്ടതിന് ശേഷം നമ്മൾ കിച്ചണിലേക്ക് പോയി. ലീവുള്ള ദിവസം ഒരു 10-11 മണിക്കിടയിലുള്ള ഒരു ചായ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ ചുട്ട ദോശയുടെ കുറച്ച് മാവ് വേസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ച് ഈ ഒരു സമയത്ത് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കറിയും ബാക്കിയുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കോഴിമുട്ട പുഴുങ്ങിയെടുക്കുന്നുണ്ട്. പതിനൊന്ന് മണിൻ്റെ ചായ കുടിക്കുന്നതോടൊപ്പം കേട്ടോ നമ്മൾ മസാലയൊക്കെ തേച്ച് ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ ചിക്കന് കുറച്ച് റേറ്റ് കുറവായതുകൊണ്ട് ഞാൻ ചിക്കൻ കുറച്ച് കൂടുതൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് പൊരിച്ചെടുക്കുകയാണ്. കിച്ചണിലാണെന്ന് വെച്ചിട്ട് മറ്റുള്ള പണികളും അതിൻ്റെ കൂടെ നടക്കും കേട്ടോ. ഞാൻ അപ്പോഴേക്കും നമ്മൾ കോഴികൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് പോയി. അവർക്ക് മഴയില്ലാത്ത ദിവസമായതുകൊണ്ട് ഇന്ന് കൂടൊക്കെ നീറ്റായി കിടക്കുന്നുണ്ട്. നമ്മൾ പുതിയ കൂടൊക്കെ പണിതതാണ്. കൂടിൻ്റെ ഒരു പുതിയ വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി കുറച്ചും കൂടെ കോഴികളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കിട്ടിയതിന് ശേഷം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. കോഴികൾ മാത്രമല്ലല്ലോ, നമുക്ക് പൂച്ചകളും ഉണ്ട്. അപ്പോൾ അവരെ കാര്യങ്ങളും അവരെ ക്ലീനിങ്ങും ഒക്കെ ഈ ഒരു 11 മണിക്ക് ഇടയിലാണ് കേട്ടോ ഞാൻ ചെയ്യുക. പിന്നെ കുക്കിങ്ങിന് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഞാൻ അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാട്ടോ. അതൊക്കെ ചെയ്യൽ സ്കൂളുള്ള ദിവസമാണ്. കാരണം അതൊക്കെ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് ചെയ്യണം. അതുപോലെ കറിവേപ്പില കൊണ്ടുവന്ന് അതിൻ്റെ ഇല്ലികൾ കഴുകിയെടുത്ത് കുപ്പിയിലൊക്കെ ആക്കി വെക്കും. അങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ട് തിരക്കുള്ള സമയത്ത് കുക്കിംഗ് നമുക്ക് വളരെ എളുപ്പം ചെയ്തെടുക്കാം. കിച്ചണിലെ തിരക്കും കാര്യങ്ങളും ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പോയ സമയത്തായിരുന്നു സെയിനൂൻ്റെയും വൈഫിൻ്റെ ഒരു എൻട്രി കേട്ടോ. അവർ നല്ല വെയിലൊക്കെ കണ്ടിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്നതായിരുന്നു കേട്ടോ, ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ. അങ്ങനെ അവർ ഫോട്ടോസൊക്കെ എടുക്കലും അവരുടെ കൂടെ കുറച്ച് സമയമൊക്കെ ചിലവഴിച്ച് നമ്മൾ അങ്ങനെ എല്ലാവരും വീണ്ടും അകത്തേക്ക് കയറി. പിന്നെ ഞാൻ നമ്മുടെ ഒരു പുതിയ സോങ് ഇറങ്ങുന്നുണ്ട്. പിന്നെ അതിൻ്റെ വീഡിയോ നമ്മൾ പാണക്കാട് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രകാശനം അവിടെ വെച്ചിട്ടായിരുന്നു നടന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രകാശനത്തിന് പോയ വീഡിയോസും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരു 4ാമത്തെ സോങ്ങൊക്കെയാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. അങ്ങനെ പാണക്കാട് ശിഹാബ് തങ്ങളുടെ മരണത്തോടനുബന്ധിച്ചുള്ള ഒരു സോങ്ങാണ്. അപ്പോൾ അത് ഓൾറെഡി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സോങ് കറക്റ്റായിട്ട് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ വന്നിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം. പാണക്കാട്ട് എത്തുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. നമുക്ക് ഒരു ടൈമൊക്കെ നിശ്ചയിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിന് അവിടെ എത്തി. നമ്മൾ വീഡിയോ അവരുടെ പിതാവിനെ കുറിച്ചുള്ള സോങ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പെഷ്യൽ പരിഗണനയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ്, ഉമർ അലി ശിഹാബ് തങ്ങളെ കാണാൻ കഴിഞ്ഞു. അവർ നമുക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥനയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് സന്തോഷം കിട്ടിയൊരു ദിവസമായിരുന്നു അന്ന്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോരോ നല്ല നല്ല ഘട്ടങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് സന്തോഷത്തിലാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും എന്തായാലും ഒരു കമൻറ്റ് എഴുതിയിടണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി, നമസ്കാരം.